നന്നായിരുന്നു കേട്ടോ. താങ്ക് യു. ഞാൻ ഏതോ ഒരു എപ്പിസോഡിൽ പറഞ്ഞ പോലെ ഇതുപോലെ മനുഷ്യരെ എനർജറ്റിക് ആക്കാനുള്ള പാട്ടുകളുടെ അധിപൻ ആരാണെന്ന് ചോദിച്ചാൽ ശ്രീ MG ശ്രീകുമാർ. ഞാനിപ്പോഴാ നോക്കിയത് കേട്ടോ. ഇത് 1992 ആണ്. മറന്നേ പോയി. എനർജി വേണോ? അതെ. റൊമാൻസ് വേണോ? എന്ത് കണ്ണീരണീക്കണോ? അതെ. പിന്നെ കുളിരണീക്കണോ? നന്നായി റിമി ഇങ്ങനെ കാണിച്ചു കഴിഞ്ഞാണല്ലോ അനുഗ്രഹം കിട്ടി. മൊത്തം പവർ എന്റെ കയ്യിലായി. പിന്നെ റിമി സ്റ്റേജിൽ പോയിട്ട് സ്റ്റേജിൽ പോയിട്ട് തേരോട്ടം അപ്പൊ ഞാൻ സ്റ്റേജിൽ പോയിട്ട് തേരോട്ടം പവർ തിരിച്ചതാ ഇല്ല തരില്ല. മോളെ നല്ല രസമുണ്ടായിരുന്നു കാണാനായിട്ട്. ഞാൻ വിചാരിച്ചു അവരുടെ കൂടെ ഇപ്പൊ ലാസ്റ്റ് ഒക്കെ കേറി അങ്ങ് കളിച്ച് ഇറങ്ങും, അങ്ങനെ അവരൊക്കെ ഓടി ഇത് ചെയ്തില്ലേ. എന്നുവെച്ചാ വന്നു ഇപ്പൊ അങ്ങനെയായിരുന്നു, വന്നപ്പോ തൊട്ട് ഒരേ ആട്ടമായിരുന്നു പാടാൻ വന്നപ്പോ. പക്ഷെ കുറച്ചൊക്കെ ഒന്ന് ഇത് കാണിച്ചു. പക്ഷെ ബിന്നി അവിടെ നല്ല ഡാൻസ് ഞാനും റിമിയും കൂടെ റിമി തോണ്ടി വിളിച്ചിട്ട് ചേച്ചി ഇങ്ങനെ എത്ര നേരം ഞാൻ ഈ കൈ വെച്ചിട്ട് ആകുമ്പോ വർക്കിംഗ് ആയിട്ടുള്ള ഇതേ ഉള്ളൂ. ഞാൻ റിമി വാ കളിക്കാം. മോളെ എനിക്കും തോന്നിയതാ രണ്ട് സ്ഥലത്ത് എന്തിനാ നിർത്തിയതെന്ന് ഇങ്ങനെ ആലോചിച്ചു. കുഞ്ഞുങ്ങളല്ലേ, കുഞ്ഞുങ്ങൾക്ക് ഈ നേരം നല്ലോണം പഠിച്ച കേറും. തലേ കേറണ നേരം ഇതല്ല, തലേ കേരണ നേരം അല്ല, സോറി ഹലോ ഹലോ കാന്തമ്മോനെ സുഖമാണോ? കാരണം അവനെ ആര് കണ്ടാലും നമ്മൾ ആകർഷിക്കില്ല. കാന്തം അങ്ങനെയല്ലേ. അപ്പൊ അവന് ഒറ്റ തവണ കണ്ട കാന്തം അങ്ങ് ഒട്ടിപ്പിടിക്കും. നമ്മളുമായിട്ട് ഇപ്പൊ അവൻ ഒട്ടിപ്പിടിച്ചു. സന്തോഷമായിട്ടോ നിനക്ക്? ഒരു ഇത്തിരി ഹൈറ്റ് ഒക്കെ കൂടിട്ടാ, സുന്ദരനായി ആയിരിക്കണു. അത്ര ആയിട്ടില്ല. എന്തോ ഇവിടുത്തെ കോമൺ ചെണ്ടയാണോ? ആണോ? എനിക്കറിയാൻ പാടില്ല. എല്ലാരും വന്ന് രണ്ടടി സാരല്ലേ, കോലുള്ളവരല്ലേ കൊട്ടുന്നേ, കൊട്ടട്ടെ. ചിലർ പറയും മാവുള്ള മാവിലല്ലേ കല്ലെറിയുള്ളൂ. ഒരുപാട് മാങ്ങയല്ലേ. അതെ. പിന്നെ മക്കളെ ഏത് പാട്ടാ പാടുന്നേ? സ്വപ്നമാലിനി തീരത്തുണ്ട്. സ്വപ്നമാലിനി അതല്ലേ? സെലക്ഷൻ, സൂപ്പർ സെലക്ഷൻ. ദേവദാസ് ചിത്രം അല്ലേ? ബാക്കി ഡീറ്റെയിൽസ്. വർഷം 1989. മ്യൂസിക് ചെയ്തത് കെ രാഘവ മാസ്റ്റർ, എഴുതിയത് പി ഭാസ്കര മാഷ്, പാടിയ ദാസേട്ടൻ. ദാസാണ്. ദാസാണ് അല്ല ദാസാറ് അവൻ എന്നാ പറഞ്ഞേ? പാടിയ ദാസാണ്. ദാസാണെന്നല്ല, മാറിപ്പോയതാ. ദാസാർ. പക്ഷെ പറഞ്ഞു വന്നപ്പോ അങ്ങനെ ആയിപ്പോയി അല്ലേ? സാരമല്ല. ഫ്ലവേഴ്സ് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം. ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ, ആസ്വദിക്കൂ.